വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് 4 മണി ചായക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു ഉണ്ടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചക്കക്കുരുവൊക്കെ കളയാതെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മട്ട അരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം ഒന്ന് ഇതിങ്ങനെ വറുത്തെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു മട്ട അരി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടിത്തുടങ്ങും. അപ്പോൾ അരിയൊക്കെ ഒന്ന് വൈറ്റ് കളറാകും. ആ ഒരു സമയം നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു 1/4 കപ്പ് ചക്കക്കുരു തൊലി കളഞ്ഞ് കഴുകിയിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇത് കുറച്ചധികം ടൈം എടുത്തിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താലും മതിയാകും. അപ്പോൾ ഇത് ഏകദേശം ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 1/4 കപ്പ് അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നത്. ഇനി നമുക്കത് മാറ്റിയതിന് ശേഷം ഒരു 2 അച്ച് ശർക്കര ഒന്ന് ഉരുക്കാൻ വെക്കാം. അപ്പോൾ ശർക്കര കുറച്ച് കട്ടിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല പതഞ്ഞ് വരുന്ന ആ ഒരു സമയം നമ്മളിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചക്കക്കുരു അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബദാമൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ അരിയും പൊടിച്ച് മാറ്റി വെക്കുക. തരിതരിപ്പായിട്ട് വേണം അരി പൊടിക്കാൻ. ഇനി പശുവിനെ ഒരു പാനിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 1/4 കപ്പ് ചിരവിയ തേങ്ങ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവണ്ട, ഒന്ന് അതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി. അതിലേക്ക് ചക്കക്കുരു പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു നുള്ളി ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര പാനി ഒന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ചെറിയ ചൂടോടുകൂടി നമുക്കിത് ഉണ്ടകളാക്കി മാറ്റി വെക്കാം. ചക്കക്കുരു ഒരുപാട് അളവിലുണ്ടെങ്കിൽ വെറും ചക്കക്കുരു മാത്രം പൊടിച്ചെടുത്താൽ മതി, അരിപ്പൊടി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള 4 മണി പലഹാരമാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.